ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ഹരീഷാണെങ്കിൽ ഒരാളുടെ വണ്ടിയൊക്കെ റിപ്പയർ ചെയ്ത് അയാൾക്ക് കൊടുക്കുന്ന നേരം നീതു വരുന്നത് ഇങ്ങനെ കാണും കേട്ടോ. അപ്പം തന്നെ ഹരീഷ് വർക്ക്ഷോപ്പിലേക്ക് കയറിപ്പോവേ. ഇത് കാണുന്ന ടിറ്റോ പറയും, ചന്തുവേ ഷോ തുടങ്ങാനായിട്ടുണ്ടെന്ന്. അങ്ങനെ നീതു വന്ന് കയറുമ്പോൾ തന്നെ ടിറ്റോ ചോദിക്കും, എല്ലാ നീതു എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് ചോദിക്കുമ്പോൾ, വിശേഷം പറയാനല്ല ചെയ്യാനാണ് ഞാൻ വന്നത്, ഇവിടെ കരിയോയിലുണ്ടോ എന്ന് ചോദിക്കുകയാണേ. ഇതായിരിക്കുന്നു എന്ന് പറയുമ്പോഴേക്കും ഇതേ അയാളുടെ തലവഴി ഒഴിക്കാനാന്ന് പറയുമ്പോഴേക്കും അയ്യോ പെങ്ങളെ വേണ്ട കേട്ടോ, എന്തിനാ ഇപ്പോൾ കരിയോയിൽ തലയിൽ കൂടെ ഒഴിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ, അതെ ഓൺലൈനിൽ വന്നാൽ മെസ്സേജ് ടൈപ്പ് ചെയ്യുന്നത് കാണാം, വരുന്നതൊന്നും കാണത്തില്ല. ആർക്കാ ഇത്ര ധൃതി പിടിച്ച് ടൈപ്പ് ചെയ്യുന്നതെന്ന് എനിക്ക് അറിയണം, എങ്കിലേ ഞാൻ മിണ്ടത്തുള്ളൂ എന്ന് പറയണേ. അന്നേരം ഹരീഷ് ടിറ്റോയുടെ അടുത്ത് പറയും, അതെ എനിക്ക് വേണ്ടപ്പെട്ട ഒരു സുഹൃത്തിനാണ്. ആരാ ഈ വേണ്ടപ്പെട്ട സുഹൃത്ത് എനിക്കറിയണം എന്ന് പറഞ്ഞിട്ട് ഒരു വണ്ടിയുടെ വേറൊരു പാർട്ട് എടുത്ത് നമ്മളെ ഹരീഷിനെ അടിക്കാൻ വേണ്ടിയിട്ട് നോക്കുവാണേ. അപ്പോഴേക്കും ടിറ്റോയും ചന്തുവും അയ്യോ നീതു വേണ്ട കേട്ടോ, ഹരീഷ് ചേട്ടനെ ഒന്നും ചെയ്യല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം വേഗം ഹരീഷ് പറയുന്നുണ്ട്, എന്താടി ഇത്, ഞാൻ നിനക്ക് തന്നെയാണ് ടൈപ്പ് ചെയ്തത്, എന്തായിരുന്നു ടൈപ്പ് ചെയ്യാൻ വെച്ച മെസ്സേജ് എന്ന് നീതു ചോദിക്കുമ്പോൾ പറയാനിങ്ങനെ വരുന്നുണ്ട്. പക്ഷെ ടിറ്റോയെയും ചന്തുവിനെയും കാണുമ്പോൾ ഹരീഷ് ഒന്നും മിണ്ടാതെ ഇങ്ങനെ ചിരിച്ചു നിൽക്കുവേ. അന്നേരം ടിറ്റോ കണ്ടറിഞ്ഞ് തന്നെ പറയും ചന്തുവിൻ്റെ അടുത്ത്, ചന്തുവേ നമുക്കേ ഒരു ചായ കുടിക്കാൻ പോയാലോ എന്ന്. ആ ഉവ്വ് പോവാം എന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും കൂടെ പോവാണേ. അന്നേരം നമ്മുടെ നീതു ചോദിക്കും, അവർ പോയി ഇനി എന്താ മെസ്സേജ് ടൈപ്പ് ചെയ്തതെന്ന് പറയാന്ന് പറയുമ്പോൾ, അതെന്തായിരുന്നു, വണ്ടിക്കുണ്ട് ഗിയർ എനിക്കുണ്ട് ഫയർ നമുക്കില്ല ഫിയർ എന്നാന്ന് പറയുമ്പോൾ നീതുവും ഹരീഷും ഒരേ ചിരിയാണ് കേട്ടോ. അതെ അവമ്മ പറഞ്ഞതാന്ന് പറയുന്നുണ്ട് കേട്ടോ നമ്മുടെ ഹരീഷ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നിധിയെയും സുധീഷിനെയും ആണ് കേട്ടോ. സുധീഷാണെങ്കിൽ ഫോണിൽ നോക്കി ഓരോ വാർത്ത വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നേരം നിധി വന്നിട്ട് ചോദിക്കും, സുധീഷ് എന്താ ഒറ്റയ്ക്കിരിക്കുന്നേ? അത് സുഭാഷ് ചേട്ടൻ തലവേദനയായിട്ട് അകത്ത് കിടക്കുകയാണ്, നികേഷും ഹരീഷും കൂടെ കടയിലേക്ക് പോയിട്ടുണ്ട്, അതാ ഞാനിവിടെ ഒറ്റയ്ക്കിരിക്കുന്നതെന്ന് പറയുമ്പോൾ നിധി അവിടുന്ന് ഒരു ചെയറും കൊണ്ട് വരും കേട്ടോ സുധീഷിൻ്റെ അടുത്ത് ഇരിക്കാൻ വേണ്ടിയിട്ട്. എന്തോ ഒരു രഹസ്യം പറയാനായിരിക്കും എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കട്ടോ നമ്മുടെ സുധീഷ്. ഗോപി പോലീസ് നിങ്ങളെ വിളിച്ചായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ, ഏത് ഗോപി പോലീസ്? നമ്മുടെ ഗോപി പോലീസ് അല്ലേ, അയാളെന്തിനാ എന്നെ വിളിക്കുന്നേ എന്നൊക്കെ ചോദിക്കുമ്പോൾ, എന്നെ 2 തവണയായിട്ട് വിളിക്കുന്നുണ്ട്, ഒന്ന് നമ്മുടെ ഡിവോഴ്സ് മൂവ് ചെയ്തപ്പോൾ, ഒന്ന് ഇന്നും വിളിച്ചു. അയാൾ എന്തിനാ നമ്മുടെ കാര്യത്തിൽ ഇടപെടുന്നേ? പോലീസ് സ്റ്റേഷനാ കല്യാണം കഴിഞ്ഞതെന്നൊക്കെ ഓക്കെ, പക്ഷെ നമ്മുടെ ജീവിതം ഇങ്ങനെ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് അയാൾ എന്തിനാ വെറുതെ ഇങ്ങനെ നടക്കുന്നത്, എനിക്കിതിൽ നല്ല സംശയമുണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ സുധീഷ് ഓർക്കുന്നുണ്ട്, ഈശ്വരാ നീ അതിന്റെ പിന്നാലെ പോവോ, ഞാൻ പെടുവോ എന്നൊക്കെ ചോദിച്ചു നിൽക്കുമ്പോൾ നമ്മുടെ നിധി പറയും, നിങ്ങൾ പറഞ്ഞിട്ടാണോ ഗോപി പോലീസ് ഈ കാര്യം അറിഞ്ഞതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ സുധീഷ് മനസ്സിലോർക്കും, ഈശ്വരാ പെട്ട് ഞാനല്ല, ഞാനാണ് പറഞ്ഞതെങ്കിൽ എന്നെയും അയാള് വിളിക്കില്ലായിരുന്നോ, എന്തിനാ നമ്മൾ വെറുതെ, പിന്നെ ആരായിരിക്കും സുധീഷ് എന്ന് ചോദിക്കുമ്പം അത് ചിലപ്പോൾ കോർട്ട് എന്ന് പറഞ്ഞതായിരിക്കും. അങ്ങനെ വരാൻ യാതൊരു സാധ്യത ഇല്ല എന്ന് പറയുമ്പോൾ, എങ്കിൽ പിന്നെ വക്കീലായിരിക്കും എന്ന് പറയണേ. കഴിഞ്ഞ തവണയും അങ്ങനെ തന്നെ ആയിരുന്നല്ലോ എന്നൊക്കെ പറയുമ്പോൾ, ആണോ സുധീഷിന് ഇത്രയ്ക്ക് ഉറപ്പാണോ എന്ന് ചോദിക്കുമ്പോൾ, എനിക്ക് നോക്കുമ്പോൾ അങ്ങനെയാണ് തോന്നുന്നതെന്ന് പറയാം കേട്ടോ സുധീഷ്. എങ്കിൽ പിന്നെ ആ സംശയം ഇപ്പം തന്നെ തീർക്കാമെന്ന് പറഞ്ഞിട്ട് നിധി ഫോൺ വിളിക്കാൻ തുടങ്ങുകയാണ്. അന്നേരം സുധീഷ് പറയും, അയ്യോ ഇത് സമയം ഒരുപാടായില്ലേ, അവർ കിടന്നിട്ടുണ്ടാവും. അത് കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ, എങ്കിൽ അവർ ഭക്ഷണം കഴിക്കുമായിരിക്കും നിധി, അതൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ് കേട്ടോ. അന്നേരം വക്കീൽ ഫോൺ എടുക്കുന്നില്ല, അവരെടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ സുധീഷ് പറയും, ഞാൻ പറഞ്ഞില്ലേ കിടന്നുറങ്ങിയിട്ടുണ്ടാവും, നമുക്ക് നാളെ വിളിച്ച് അന്വേഷിക്കാമല്ലോ എന്ന്. അന്നേരം ആ വക്കീൽ തിരിച്ച് വിളിക്കും കേട്ടോ. അപ്പോൾ അവർ പറയും, ഞാനല്ല എന്ന് പറയുമ്പോൾ നമ്മുടെ നീതി പറയും, അല്ല പോലീസ് സ്റ്റേഷനിൽ ഞങ്ങളെ കല്യാണം എന്ന് പറഞ്ഞിരുന്നല്ലോ, അപ്പോൾ ഡിവോഴ്സിന് മൂവ് ചെയ്യുമ്പോൾ അവരെ വിളിച്ചറിയിക്കേണ്ട വല്ല കാര്യമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം നമ്മുടെ വക്കീൽ പറയും, അയ്യോ ആരാ നിധിയുടെ അടുത്ത് ഇങ്ങനെയൊക്കെ പറഞ്ഞേ, അതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല, ഇപ്പോഴത്തെ പിള്ളേർക്ക് പഠിക്കാൻ മാത്രമേ ഉള്ളൂ ബുദ്ധി, ലോകകാര്യത്തിലൊന്നും ഒരു ബുദ്ധിയില്ല, എന്തായാലും ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വക്കീൽ അങ്ങ് ഫോൺ കട്ട് ചെയ്യാണേ. ഞാൻ പറഞ്ഞല്ലോ വക്കീലാവാൻ ഒരു സാധ്യതയില്ല എന്ന് നിധി പറയുന്ന നേരത്ത് നമ്മുടെ സുധീഷ് ചോദിക്കും, പിന്നെ ആരാ ഈ പണിയൊക്കെ ചെയ്യുന്നത്, ഇനി ഗോപി പോലീസിനെ ഞാൻ വിളിക്കണമെന്ന് ചോദിക്കാൻ കേട്ടോ. അറിയാതെ നാവെന്ന് വീണോണ. അത് ശരിയാ, ഇപ്പൊ തന്നെ വിളിക്കുക എന്ന് പറയട്ടോ നിധി. അന്നേരം
നമ്മുടെ സുധീഷിന്റെ മനസ്സ് പറയും, എന്റെ സുധീഷേ നിന്റെ ഒരു കാര്യം എന്ന്. അയ്യോ ഇപ്പൊ തന്നെ ഒരുപാട് നേരമായില്ലേ, നമുക്ക് നാളെ വിളിക്കാൻ നിധി എന്ന് പറയുമ്പോൾ അതിന് മാത്രം നേരം ഒന്നും ആയില്ലല്ലോ എന്ന് പറയുമ്പോൾ സുധീഷ് പറയും, നാളെ ഇതിന് എന്തായാലും ഒരു പോംവഴി കണ്ടെത്താൻ നമുക്ക്. ആരാ ഇതിങ്ങനെ ചെയ്യുന്നതെന്ന് ഞാൻ എന്തായാലും കണ്ടുപിടിച്ചിട്ടേ വരത്തുള്ളൂ. നിധി സമാധാനപ്പെട്ടിരിക്കുക. അതെ, എനിക്ക് 1-2 കോളൊക്കെ ചെയ്യാനുണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് എല്ലാം പോവാണ് കേട്ടോ. അപ്പൊ നമ്മളെ നിധി എന്താ ചെയ്യണമെന്ന് അറിയോ, നേരെ ഗോപി പോലീസിനെ അങ്ങ് വിളിക്കുക. ഗോപി സാർ, ഞാൻ നിധിയാണ്. ഡിവോഴ്സിന്റെ കാര്യം സംസാരിച്ചിരുന്നല്ലോ, എനിക്ക് സാറിനെ ഒന്ന് അർജന്റായിട്ട് കാണണമായിരുന്നു എന്ന് പറയുമ്പോൾ സ്റ്റേഷനിലോട്ട് വന്നാൽ മതി എന്ന് പറയാണ് കേട്ടോ. അങ്ങനെ വെച്ചിട്ട് നമ്മുടെ സുധീഷിനെ തിരിഞ്ഞു നോക്കുകയാണ് കേട്ടോ നിധിക്ക് നല്ല സംശയമുണ്ട് അത് സുധീഷാണ് ചെയ്തതെന്നുള്ള കാര്യം. പിന്നീട് കാണിക്കുന്നതാണെങ്കിൽ നമ്മുടെ സുധീഷും ഹരീഷും നികേഷൊക്കെ പായിട്ട് കിടന്നുറങ്ങാണല്ലോ. ആ ഹാളിൽ വന്നിട്ട് സുധീഷ് വന്ന് അടിച്ചു വാരി ഒരു സ്റ്റൂളൊക്കെ കൊണ്ടുപോയി വെക്കുകയാണ് കേട്ടോ. എന്നിട്ട് സ്റ്റൂളിൻ്റെ 4 മൂലയിലും മെഴുകുതിരിയൊക്കെ കത്തിച്ചിട്ട് 2 കേക്ക് അവിടെ കൊണ്ടുവയ്ക്കുകയാണ്. എന്നിട്ട് ആദ്യം സുഭാഷ് ഏട്ടനെ വിളിച്ചുണർത്താണ് കേട്ടോ. അത് സുഭാഷ് ഒന്നും എണീക്കുന്നേ ഇല്ല. എടാ ഹരീഷ്, നികേഷേ ഒന്ന് എണീക്കടാ, ഏട്ടനൊന്ന് പോയേന്ന് പറയണേ. അന്നേരം സുഭാഷിനെ തന്നെ വീണ്ടും വിളിക്കുമ്പോൾ ആ സിമെന്റും ചാക്ക് അങ്ങ് വെച്ചേക്കെന്ന് പറയണേ. അതൊക്കെ നാളെ രാവിലെ വെക്കാം, നിങ്ങളൊന്ന് എണീറ്റേ എന്ന് പറയുമ്പോൾ നമ്മുടെ സുഭാഷ് കണ്ണു തുറന്നിട്ട് പറയും, ഓ നീയോ, നേരം വെളുത്തോടാ. നേരം വെളുത്തു സുഭാഷ് ഏട്ടാ, ഒന്ന് എണീക്കെന്ന് പറഞ്ഞിട്ട് പിടിച്ച് എണീപ്പിക്കുകയാണേ. അതേപോലെ ഹരീഷ് എണീക്കാഞ്ഞിട്ട് ഹരീഷിന് ഒരു ചവിട്ട് കൊടുക്കുമ്പോൾ അമ്മേ എന്ന് പറഞ്ഞിട്ട് എണീക്കുകയാണ്. പാതിരാത്രിയായി, എനിക്ക് ഉറങ്ങണം എന്ന് പറയുമ്പോൾ നമ്മുടെ സുധീഷ് പറയും, ഉറങ്ങിക്കോ, പക്ഷെ അതൊന്ന് നോക്ക് എന്ന് പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കുക കേട്ടോ കേക്ക്. അതെന്താന്ന് ചോദിക്കുമ്പോൾ ഇന്ന് 12 മണിക്ക് നിധിയുടെ പിറന്നാളാണ്, നമുക്ക് ആഘോഷിക്കണം എന്ന് പറയുമ്പോൾ ഏടത്തിയുടെ പിറന്നാളോ, എന്നിട്ട് ഏടത്തിയൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറയുകയാണേ. അവളൊന്നും പറഞ്ഞില്ലെങ്കിൽ നമുക്ക് അവൾക്ക് ഒരു സസ്പെൻസ് കൊടുക്കാം, നമ്മളെ കേക്കൊക്കെ മുറിച്ച് ആഘോഷിക്കുക, ഇന്ന് അവളുടെ ബർത്ത്ഡേ എന്ന് പറയുമ്പോൾ നികേഷ് സെറ്റ് ആണ്. എല്ലാവരും മുഖം കഴുകി വന്നേന്ന് പറഞ്ഞിട്ട് എല്ലാവരെയും എണീപ്പിച്ച് വിടുകയാണ്. എന്നിട്ട് പായൊക്കെ മടക്കി വെക്കാനിട്ട് നമ്മുടെ സുധീഷ്. അങ്ങനെ നികേഷൊക്കെ മുഖം കഴുകി വന്നിട്ട് ചോദിക്കും, അപ്പം നമുക്ക് ഏടത്തിയെ വിളിച്ചിട്ട് വരാൻ വേണ്ടി പറയാന്ന് പറഞ്ഞ നികേഷ് അങ്ങ് പോവാണേ. അന്നേരം നീ അവിടെ നിൽക്ക്, അതെ നീ പോയി വിളിച്ചാ അവിടെ കരുതും നീയായിട്ടാണ് ഇതൊക്കെ സെറ്റപ്പ് ചെയ്തതെന്ന്, അങ്ങനെ ഇപ്പൊ വേണ്ട, ഞാൻ തന്നെ പോയി വിളിക്കാന്ന് പറയാം. അന്നേരം നമ്മുടെ സുഭാഷ് ചോദിക്കും, ഇതെന്താ 2 കേക്ക്? ഗുഡ് ക്വസ്റ്റ്യൻ. ഒന്ന് നമുക്ക് തിന്നാനുള്ളതും മറ്റേത് നിധിക്ക് സ്പെഷ്യൽ ആയിട്ടുള്ളതാ. അതിൽ കണ്ടില്ലേ ഹാർട്ടൊക്കെ, അതിന്റെ ലവിന്റെ അടയാളമായിട്ട് അവള് കരുതിക്കോട്ടെ എന്ന് പറയുമ്പോൾ ഹരീഷ് പറയും, ഒന്നില് ഹാപ്പി ബർത്ത്ഡേ നിധിന്നും സ്പെഷ്യൽ കേക്കിലെ ഹാപ്പി ബർത്ത്ഡേ ഡിയർ നിധിന്നും ഒന്നില് ഡിയർ എക്സ്ട്രാ എന്ന് പറയുമ്പോൾ നമ്മുടെ നികേഷ് ചോദിക്കും, മൈ ഡിയർ നിധി നക്കായിരുന്നില്ലേ? അപ്പോഴേക്ക് ഹരീഷ് പറയും, അതിനുള്ള ധൈര്യം കിട്ടിയിട്ടുണ്ടാവില്ല, നീ ഒന്ന് പരിഹസിക്കാതെടാ, ഞാനൊന്ന് വിളിച്ചിട്ട് വരാം നിധിയെ എന്ന് പറയുമ്പോഴേക്ക് സുഭാഷ് പറയടാ വേണ്ട, ഞാൻ പോയി വിളിക്കാം, അന്നത്തെ പ്രശ്നം നിനക്ക് ഓർമ്മയുണ്ടല്ലോ എന്ന് പറയുമ്പോൾ എൻ്റെ സുഭാഷേട്ട ഒന്ന് അവിടെ നിൽക്ക്, ഞാൻ ഇതൊക്കെ മാനേജ് ചെയ്യില്ലേ എന്ന് പറഞ്ഞിട്ട് നിധിയെ പോയി വിളിക്കുകയാണ് കേട്ടോ. അപ്പോൾ വാതിൽ മുട്ടുമ്പോൾ തന്നെ നിധി ചോദിക്കും, എന്താ ഈ നേരത്തെ എന്ന്. നിധി ഒന്നും വാതിലോർക്കാവോ എന്ന് ചോദിക്കുമ്പോൾ നിധി വന്ന് വാതിലോർക്കെ. അപ്പോഴേക്കും നമ്മുടെ സുധീഷ് ഹാപ്പി ബർത്ത്ഡേ നിധി എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമാവാനിട്ട് നമ്മുടെ നിധിക്ക്. ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണെന്ന് സുധീഷിനോട് ആരാ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ എനിക്കറിയാം, ഒന്ന് റൂമിൻ്റെ പുറത്തേക്ക് വരുമോ എന്ന് ചോദിച്ചിട്ട് ഇവരുടെ അടുത്തേക്ക് കൊണ്ടുപോവുകയാണേ. അപ്പോൾ 2 കേക്ക് കാണുമ്പോൾ ഫസ്റ്റ് അതാ കേട്ടോ ചോദിക്കുക നിധി, ഇതെന്താ 2 കേക്ക് എന്ന് ചോദിക്കുമ്പോൾ ഒന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും തിന്നാൻ, ഒന്ന് നിധിക്ക് സ്പെഷ്യലായിട്ട് ഞാൻ വാങ്ങിച്ചതാ എന്ന് പറയുമ്പോൾ അതിലേക്ക് നോക്കി അത് വായിക്കുന്നുണ്ട് കേട്ടോ. ഇത് മൊത്തം നിധി ഒറ്റയ്ക്ക് തിന്നാൽ മതി എന്ന് പറയുമ്പോൾ ഇത് മൊത്തം ഞാൻ ഒറ്റയ്ക്ക് തിന്നാനോ, അതെങ്ങനെയാന്ന് ചോദിക്കുമ്പോൾ അത് ചെറിയൊരു കേക്കല്ലേ, ഇത് തിന്നിട്ട് നിധി വണ്ണം വെക്കട്ടെ എന്നൊക്കെ നമ്മുടെ സുധീഷ് ഇങ്ങനെ തട്ടി വിടുന്നുണ്ട്. അതിനുശേഷം നികേഷ് പറയും, അടുത്ത് ഈ കേക്ക് കട്ട് ചെയ്യാന്ന്. അങ്ങനെ അവർ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. ആ പൊട്ടിക്കുന്ന സാധനം ഉണ്ടല്ലോ ഹരീഷിന്റെ കയ്യിലാണ് കേട്ടോ സുധീഷ് കൊടുക്കുന്നത്. ഹരീഷിനാണെങ്കിൽ പൊട്ടിച്ചിട്ട് പൊട്ടൊന്നുമില്ല, ഇത് പൊട്ടുന്നില്ലടാ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര റിസ്ക് എടുത്തിട്ടാണ് കേട്ടോ അതൊക്കെ പൊട്ടിക്കുന്നത്. അങ്ങനെ നിധി ഭയങ്കര സന്തോഷത്തിലാണ്. അപ്പോഴായിരിക്കും ഭാസ്കരൻ അങ്ങോട്ടേക്ക് വരുന്നത്. എന്താ ഒരു ബഹളമൊക്കെ, നിങ്ങളൊന്നും ഉറങ്ങിയിട്ടില്ലേ എന്ന് ചോദിച്ചിട്ടാണ് വരുന്നത്. അന്നേരം നിധി പറയും, അച്ഛാ ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു എന്ന്. ആഹാ ഇന്ന് പിറന്നാളായിരുന്നോ, എങ്കിലൊരു പാട്ട് പാടി തരട്ടേന്ന് ചോദിക്കേ. അങ്ങനെ ആവട്ടെ എന്ന് പറയുമ്പോൾ ഒരു പാട്ട് പാടി കൊടുക്കുന്നുണ്ട്. അത് അതിലേറെ വിറ്റാണ് കേട്ടോ. അത് ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ പ്ലേ ചെയ്ത് കാണിച്ചരേ. വാങ്ങി വെച്ചതാരാണി തല്ലിപ്പോൾ ക്രീം കേക്ക്